മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജിഹാദികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിങ്ങൾ കണ്ടില്ലേ? ഇസ്രായേലില് കഫയിലെത്തി കോഫി കുടിക്കുന്നതാണ് ഈ കാണുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. לחיים, אני חושב שהמסר לאנשים שיוצאים ומתאווררים, לצאת להתאוורר אבל ליד מרחב מוגן, והעמידה שלכם היא מדהימה, נותנת כוח לי, לממשלה, לצה"ל, למוסד. אנחנו עושים דברים നമ്മുടെ കേരളത്തിൽ മാത്രല്ലായിരുന്നു, ലോകം മൊത്തം ആഗോളതലത്തില് ജിഹാദികൾ ഒരേ രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു എന്തോ കൊല്ലപ്പെട്ടു എന്ന്. ആ വാർത്തക്ക് പ്രതികരണമായിട്ട് കോഫി കുടിക്കാൻ എത്തിയതാ ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പോ ഈ എന്തു പറയുന്നു? ഒരു കാര്യം കൂടി സകല മലയാളികളും തിരിച്ചറിയണം. ലോകം മൊത്തമുള്ള സകല മരമൊണ്ട ജിഹാദികളും വാ തുറന്നാൽ കള്ളം മാത്രമേ പ്രചരിപ്പിക്കാറുള്ളൂ എന്നും, ലോകത്ത് ജിഹാദികൾക്ക് പേടിയുള്ള രണ്ട് നേതാക്കന്മാരേ ഉള്ളൂ. ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മറ്റൊന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും. ഇസ്രായേലി പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ജിഹാദികളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലേക്ക് ആക്കിയിട്ടുള്ളത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചരിത്ര പുരുഷനായിട്ടാണ് ഈ പറയുന്ന ബെഞ്ചമിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. അത്രത്തോളമാണ് ജിഹാദികളെ തീർത്തത്. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി ഇസ്മായിൽ ഹനിയയെ ഒക്ടോബർ 7 ആക്രമണം നടത്തിയ അതിന്റെ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയ, പിന്നീട് വന്നിട്ടുള്ള യഹിയ സിൻവാറിനെ, പിന്നീട് വന്നത് ആരൊക്കെയാണോ അവരെയൊക്കെ തന്നെ ഹമാസിന്റെ സകല മേധാവികളെയും തീർത്തിട്ടുള്ളത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലാണ്. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ ഹസൻ നസ്രുള്ള മുതൽ 10-25 വർഷക്കാലം മാളത്തിൽ ഒളിച്ച് സേഫായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയിരുന്ന ഹസൻ നസ്രുള്ള മുതൽ പിന്നീട് നമുക്ക് പേര് പോലും അറിയാത്ത ഒരുപാട് മേധാവികൾ വന്നു. അവരെയൊക്കെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ തീർത്തിട്ടുണ്ട്. ഹൂത്തി എന്ന ഭീകര സംഘടന, ഈ ഹൂത്തി എന്ന ഭീകര സംഘടന നിരന്തരം സൗദി അറേബ്യക്കെതിരെ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള സുന്നി മുസ്ലിങ്ങളായിട്ടുള്ള സൗദി അറേബ്യക്കെതിരെയായിരുന്നു നിരന്തരം ഹൂത്തി എന്ന ഭീകര സംഘടന ആക്രമണങ്ങൾ നടത്താറുണ്ടായിരുന്നത്. നിരന്തരം സൗദിയെ ഹൂത്തി എന്ന ഭീകര സംഘടന ലക്ഷ്യം വെച്ചിരുന്നു. സൗദിയെ ചൊറിയുന്നത് പോലെ ഇസ്രായേലിനെ ഒന്ന് ചൊറിയാൻ പോയി. ആ ചൊറിയാൻ പോയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഇസ്രായേൽ കനത്തിൽ തന്നെ വലിയ രീതിയിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ, പോർ വിമാനങ്ങൾ ഹൂത്തി എന്ന ഭീകര സംഘടനക്കും മറുപടി കൊടുത്തു. ബഷാറുൽ അസദിന്റെ ഭരണകൂടം, സിറിയ ഭരിച്ചിരുന്ന ബഷാറുൽ അസദിന്റെ ഭരണകൂടം, ബഷാറുൽ അസദിനോട് നിരവധി തവണ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതാണ്, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാൻ നിൽക്കരുത്. നിരന്തരം നമ്മൾ അതിന്റെ പരിഭാഷയ്ക്ക് ആ സമയത്തൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗങ്ങളിലൊക്കെ തന്നെ ബഷാറുൽ അസദിനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞിരുന്നു. അത് കേട്ടില്ല. അത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ അങ്ങ് തകർത്തതോട് കൂടിയിട്ട് ബഷാറുൽ അസദിന്റെ ഭരണകൂടം അങ്ങ് തകർന്നു പോയതും നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികളും നിരന്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഹമാസിനെ തൊടുമ്പോ ഹമാസിനെ തൊട്ടാൽ ഇറാൻ ഇറങ്ങും, ഹിസ്ബുള്ളയെ തൊടുമ്പോ ഹിസ്ബുള്ളയെ തൊട്ടാൽ ഇറാൻ ഇറങ്ങും, ഹൂത്തിയെ തൊട്ടാൽ ഇറാൻ ഇറങ്ങും. അങ്ങനെ ആഗോളതല തന്തയായിരുന്നു അലി ഖമൈനി. ആ അലി ഖമൈനിയെ ഇസ്രായേൽ അങ്ങ് തീർത്തതോട് കൂടിയിട്ട് ജിഹാദികളൊക്കെ തന്നെ ഒന്ന് അടങ്ങിയതാണ്. പിന്നീട് ഇപ്പോഴാണൊന്ന് പൊങ്ങുന്നത്. എന്തോ ബെഞ്ചമിൻ നെതന്യാഹു തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു ചാടി വീണത്. അവർക്കിപ്പോ എന്തു പറയുന്നു? കഫേയിൽ കോഫി കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്ത് അത്രത്തോളം ശക്തനായിട്ടുള്ളൊരു മറ്റൊരു നേതാവില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം മറ്റൊന്നല്ല, ഇസ്രായേൽ ഇപ്പോഴും യുദ്ധപോർമുഖത്ത് തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്ത് നിന്ന് ഭീകരര് നമ്മുടെ രാജ്യത്തേക്ക് കയറി 26 പേരെ കൊല ചെയ്തു. നമ്മളിൽപ്പെട്ട 26 പേരെ മതം നോക്കി, അടിവസ്ത്രം അയച്ചു നോക്കി കൊല ചെയ്തു.
മതഭീകരർ നമ്മുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തി. അതായത് ഹമാസ് എന്താണോ, ഹിസ്ബുള്ള എന്താണോ, ഹൂത്തി എന്താണോ, ഇറാന്റെ അലി കൊമൈനി എന്താണോ, അതേ ശൈലിയിലുള്ള പാകിസ്ഥാൻ ഭീകരര് നമ്മുടെ രാജ്യത്ത് കയറി മതം നോക്കി 26 പേരെ കൊല ചെയ്തു. അവിടെയുള്ള സ്ത്രീകളോട് പറഞ്ഞു, നിന്റെ മോദിയോട് പോയിട്ട് പറയൂ എന്ന്. ആ സ്ത്രീ, നമ്മുടെ സഹോദരി, നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. മോദി അത് കേട്ടു. മോദി അതിന് മറുപടി കൊടുത്തു. ആ പറഞ്ഞവന്റെ കുടുംബം ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഹൃദയം തന്നെ കീറി മുറിച്ച് നമ്മൾ വലിയ ആക്രമണങ്ങൾ നടത്തി. ആ ആക്രമണത്തിന് ശേഷം യുദ്ധവും അവസാനിച്ചു. നമ്മളും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവും അവസാനിച്ചു. അതായത് പാകിസ്ഥാൻ ഒന്ന് അനങ്ങാൻ പോലും ആവാത്ത വിധം നമ്മുടെ രാജ്യം പാകിസ്ഥാനെ അങ്ങ് കീറി മുറിച്ചു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്നും ലോകത്തെ ഏറ്റവും മികച്ച നേതാവായിട്ട് അറിയപ്പെടുന്ന ഒരു യുദ്ധമാണെങ്കിൽ, അത് അതിന്റെ രീതിയിൽ ആയുധമെടുത്തിട്ടുള്ള യുദ്ധമാണെങ്കിൽ ആ രീതിയിൽ അതിനെ തീർക്കും. ഇനിയൊരു വ്യാപാര യുദ്ധം അമേരിക്ക നമുക്കെതിരെ രംഗത്തിറങ്ങിയാൽ ആ രീതിയിൽ തന്നെ, വ്യാപാര രീതിയിൽ തന്നെ നമ്മൾ അതിന് തിരിച്ചടിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാർ അമേരിക്ക നമ്മളോട് എതിർത്തതോടുകൂടി ലോകത്ത് ഉണ്ടായി എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യ. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ വലിയൊരു വ്യാപാര കരാർ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാര കരാറിലേക്ക് നമ്മുടെ രാജ്യമെത്തി. ലോക പോലീസ് ചമയുന്ന അമേരിക്ക പോലും മുട്ടുകുത്തി എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യം. ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് ജിഹാദികൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണ്ണെടുത്താൽ കണ്ടുകൂടി. ഇവിടെയുള്ള സകല ജിഹാദികൾക്ക്, ഈ ജിഹാദികൾക്ക് നരേന്ദ്രമോദിയുടെ ഫോട്ടോ കണ്ടാൽ പോലും പേടിയാ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഫോട്ടോ പോലും കണ്ടാൽ പേടിയാ. അതുകൊണ്ട് ഇടക്കിടക്ക് വന്ന് നെതന്യാഹു കൊല്ലപ്പെട്ടു, മോദി അങ്ങനെയാണ്, മോദി അങ്ങനെ ചെയ്തു. നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ മുസൽമാൻ, ഹിന്ദു, ക്രിസ്ത്യാനി, സകല മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ സമാധാനത്തിൽ, സന്തോഷത്തിൽ, സുരക്ഷയിൽ, സൗകര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത് കൊണ്ടാണ് ഇസ്രായേല് സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത്. ലോകത്ത് സമാധാനം വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കും. ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നതിൽ വലിയ സംഭാവനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. സകല ജിഹാദികളെയും തീർത്തിട്ട്, സകല ഭീകരരെയും തീർത്തിട്ട് ഇസ്രായേൽ ഈ ആക്രമണം നിർത്തൂ എന്നുള്ളതും സകല കേരളത്തിലെ ജിഹാദികളും വേദനയോടുകൂടി തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോളൂ. ഈ കേരളത്തിലെ ജിഹാദികൾക്ക് ഇപ്പൊ ഒരു പുതിയ തന്തയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അധികം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏത് ജിഹാദി തന്ത വന്നാലും അതിനെയൊക്കെ എന്ത് ചെയ്യണമെന്നും ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് അറിയാമെന്നുള്ളതും കേരളത്തിലെ സകല ജിഹാദികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.